ഗസ ഇസ്രായേൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗുണകരമാവുന്ന കാലത്തോളം ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗ ആസ്ഥാനം ദോഹയിൽ തന്നെ തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഹമാസുമായുള്ള ആശയവിനിമയം എളുപ്പമാക്കാൻ 2012 അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ദോഹയിൽ ആസ്ഥാനം അനുവദിച്ചതെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം ആസ്ഥാനം ദോഹയിൽ നിന്നും മാറ്റി സ്ഥാപിക്കാൻ ചില കോണുകളിൽ നിന്നും സമ്മർദ്ദമുയരുന്നതായി വാർത്തകൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. ആശയവിനിമയ ഉപാധി നിലനിർത്താനുള്ള വാഷിംഗ്ടണിന്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് 2012 മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് ദോഹ ആതിഥേയത്വം വഹിക്കുന്നത്. ഗസയിൽ മുമ്പുള്ളതും നിലവിലുള്ളതുമായ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഹമാസിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നുവെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തറിനു മേലുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തിനും വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതും കണക്കിലെടുത്ത് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഖത്തറിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അറബ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം ഹമാസിന്റെ ഓഫീസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളെയെങ്കിലും അവർ സമീപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വാൾസ്ട്രീറ്റ് ലേഖനം പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം വാർത്ത നിഷേധിച്ച് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ രംഗത്തെത്തിയിരുന്നു. ഗസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ വർഷം നവംബർ 24-നും ഡിസംബർ 1-നുമിടയിൽ ഈജിപ്തുമായി ചേർന്ന ഖത്തർ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മധ്യസ്ഥർ എന്ന നിലയിൽ ഏതെങ്കിലും കക്ഷികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നായിരുന്നു ഖത്തറിന്റെ നിലപാട്. എന്നാൽ ഖത്തറിന്റെ നിർണായക മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന ഇസ്രായേൽ ഉന്നതരും അമേരിക്കൻ നയതന്ത്രജ്ഞരും ഖത്തറിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രശ്നമുണ്ടെന്നും വിശ്വസനീയമല്ലെന്നുമായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥത ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണങ്ങൾക്ക് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി നൽകിയ മറുപടി. എന്തായാലും ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഏതെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ ഹമാസിന്റെ രാഷ്ട്രീയ സാന്നിധ്യം ഖത്തറിൽ നിലനിർത്തിക്കൊണ്ടുതന്നെ ചർച്ചകൾ തുടരാനാണ് ഖത്തറിന്റെ തീരുമാനം. അൻവർ പാലേരി, 24, ദോഹ.